കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട കാര്യങ്ങളിലെ യൂട്യൂബ് വേർഷനാണ് ഇപ്പോൾ നോക്കുന്നത്. ആദ്യം വേരിയേഷൻ ഓഫ് ജി വിത്ത് ഹൈറ്റ്. എർത്തിൻ്റെ സർഫേസിൽ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ ജിയുടെ വേരിയേഷൻ എങ്ങനെയാണ് ഉണ്ടാവുക പഠിക്കുന്നതാണ് ആദ്യം. അപ്പോൾ നമുക്കറിയാം, ഫിഗർ നോക്കുക. എർത്തിൻ്റെ സർഫേസ് ഞാൻ അവിടെ വരച്ചിട്ടുണ്ട്. സെൻറ്റർ ഓഫ് എർത്ത് ഒ, സർഫേസിലെ പോയിൻ്റാണ് എ. എർത്തിൻ്റെ റേഡിയസ് ആർ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. എയിൽ ജി വാല്യൂ, ദ വാല്യൂ ഓഫ് ജി അറ്റ് എ ഓൺ ദ സർഫേസ് ഈസ് ജി ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 1. ആർ ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം സെൻറ്റർ ഓഫ് എർത്ത് ടു ദി പോയിൻ്റ് എ അല്ലേ. അപ്പോൾ എയിലെ ജി വാല്യൂ നേരത്തെ പഠിച്ചതുപോലെ ജി ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, എന്ന് എച്ച് ഹൈറ്റുള്ള പോയിൻ്റാണ് ബി എങ്കിൽ ബിയിലെ ജി വാല്യൂ ഉണ്ട്. ബിയിലെ ജി വാല്യൂ നമുക്ക് ജി ഡാഷ് എടുക്കാം. അറ്റ് ബി ജി ഡാഷ് അല്ലേ, ജി വാല്യൂ ജി ഡാഷ് എടുക്കാം, വാല്യൂ മാറുമല്ലോ. ജി എം ബൈ എത്ര ദൂരം ബിയിലേക്കുള്ള സെൻറ്റർ, എർത്തിൻ്റെ സെൻറ്റർ ഒയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരം ആറല്ല, പിന്നെയോ ആർ പ്ലസ് എച്ച്. അപ്പോൾ എന്താവും, ജി എം ബൈ ആർ പ്ലസ് എച്ച് ദി ഹോൾ സ്ക്വയർ വരും. ആറിന് പകരം ആർ പ്ലസ് എച്ച് ആയി. ചെറിയ മാറ്റം വരുത്തുന്നത് ജി എം ബൈ നോക്കുക, ആറിനെ പുറത്തെടുക്കുക, 1 ആയി ഇപ്പോൾ പ്ലസ് എച്ച് ബൈ ആറിനായി ഹോൾ സ്ക്വയർ അല്ലേ, സമം ജി എം ബൈ ആർ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് എച്ച് ബൈ ആർ സ്ക്വയർ. ഓക്കെ, ഇങ്ങനെ ജി എം ബൈ ആർ സ്ക്വയർ ഗുണിക്കണം മുകളിലേക്കൊന്ന് 1 പ്ലസ് എച്ച് ബൈ ആർ ഹോൾ റേസ് ടു -2 അല്ലേ. ഇങ്ങനെ എഴുതാം. ഇനി നമുക്ക് ഇടാം, നോക്കിക്കോ. എച്ച് പറഞ്ഞാൽ ഹൈറ്റ് എബോവ് സർഫേസ് ഓഫ് എർത്ത് ആണ്. എച്ച് ഈസ് ദ ഹൈറ്റ് എബോവ് സർഫേസ് ഓഫ് എർത്ത്, ആർ ഈസ് ദ റേഡിയസ്. അപ്പോൾ എച്ച് ബൈ ആറോ ഇറ്റ് വിൽ ബി എ ഫ്രാക്ഷൻ. എച്ച് ആറിനേക്കാൾ ഒരുപാട് ചെറുതാണ്. സോ എച്ച് ബൈ ആർ ഇസ് എ സ്മോൾ ഫ്രാക്ഷൻ. ഇപ്പോൾ 1 പ്ലസ് ഫ്രാക്ഷൻ ആണ്, എച്ച് ബൈ ആർ ഫ്രാക്ഷനാണ്, റേസ് ടു -2. ഇങ്ങനത്തെ ഈ 1 പ്ലസ് എച്ച് ബൈ ആർ ഹോൾ റേസ് ടു -2 എന്ന ഇത് എക്സ്പാൻഡ് ചെയ്യാൻ മാത്സിൽ ഉള്ള തിയറാണ് ബൈനോമിയൽ തിയറം അല്ലേ. ബൈനോമിയൽ തിയറം പ്രകാരം ബൈനോമിയൽ തിയറം അല്ലേ ടെൽസ് യു എന്നാണ് 1 പ്ലസ് എക്സ് ഹോൾ റേസ്, എക്സ് ഇസ് എ ഫ്രാക്ഷൻ, ഇസ് ഈക്വൽ ടു എത്ര 1 പ്ലസ് എൻ എക്സ് പ്ലസ് ഇനിയും ടേംസ് ഉണ്ട്. അടുത്തത് എക്സ് സ്ക്വയർ ടേമാണ്, പിന്നെ എക്സ് ക്യൂബാണ്. ക്ലിയർ. എക്സ് പറഞ്ഞാൽ ഇവിടെ എച്ച് ബൈ ആർ ആണ് അല്ലേ, ചെറിയ വാല്യൂ ആയിരിക്കും. ഹൈറ്റ് സർഫേസിൽ നിന്ന് മുകളിലേക്കുള്ള ഉയരം താരതമ്യേന കുറവായിരിക്കും. റേഡിയസ് ഓഫ് എർത്ത് വളരെ കൂടുതലാണ്. അപ്പോൾ എച്ച് ബൈ ആർ ഇസ് വെരി വെരി സ്മോൾ. അപ്പോൾ എക്സ് ചെറുതാണ്, അപ്പോൾ എക്സ് സ്ക്വയറോ അതിനേക്കാൾ ഒരുപാട് ചെറുതായിരിക്കും. അപ്പോൾ നമുക്ക് 2 ടേംസ് എടുക്കേണ്ടി വരും. 1 പ്ലസ് എൻ എക്സ് മാത്രം എടുത്താൽ മതി. ക്ലിയർ. സി ഈക്വൽ ടു 1 പ്ലസ് എൻ എക്സ് എടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫോർമുല തൊട്ട് മുകളിലെ ഇത് ജി ഡാഷ് ഇക്വേഷൻ നമ്പർ 2 ഉപയോഗിക്കാം. ക്ലിയർ. അപ്പോൾ ജി ഡാഷ് അത്രയും മാറും. ജി ഡാഷ് സമം നോക്കിക്കോ, ജി എം ബൈ ആർ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് എച്ച് ബൈ ആർ ഹോൾ റേസ് ടു -2 അല്ലേ. എന്തായി മാറും, 1 പ്ലസ് എക്സ് റേസ് ടു എൻ, 1 പ്ലസ് എൻ എക്സ്. അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ 1 പ്ലസ് എൻ എക്സ്, എൻ എത്ര ഇടുക, -2 ആണ്. അപ്പോൾ -2 ആകുമ്പോൾ ഇവിടെ മൈനസ് ആവുമല്ലോ, -2 ഇൻറ്റു എച്ച് ബൈ ആർ. -2h ബൈ ആർ എന്ന് കിട്ടും. 1 - 2h ബൈ ആർ. n -2 ആയതുകൊണ്ട് എങ്ങനെയാണ്, ബാക്കിയുള്ള ടേംസ് നമുക്ക് ഒഴിവാക്കാം. ക്ലിയർ. ഇസ് ഈക്വൽ ടു വാട്ട്, ജി എം ബൈ ആർ സ്ക്വയർ 1 പ്രകാരം എന്നാണ് ജി ആണ്, ജി ഇൻറ്റു 1 - 2h ബൈ ആർ. ജി ഡാഷ് എത്ര, ജി ഇൻറ്റു 1 - 2h ബൈ ആർ. അപ്പോൾ മുകളിലേക്ക് പോകുമ്പോൾ അല്ലേ, എച്ച് ഹൈറ്റിൽ ജിയുടെ വാല്യൂ എത്ര, ജി ഡാഷ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് ആണ്.
അല്ലേ? അപ്പം എന്ത് പറ്റും? വിച്ച് ഇസ് അല്ലേ ജിയേക്കാൾ കുറവായിരിക്കും. ജി ഡാഷ് ഇസ് ലെസ് ദാൻ ജി. സോ വെൻ യു ഗോ അപ്പ് വാല്യൂ ഓഫ് ജി ഡിക്രീസസ്. ജി വാല്യൂ മുകളിലേക്ക് പോകുമ്പോൾ കുറയുമെന്ന് ഈ ഇക്വേഷൻ തെളിയിക്കുന്നു. ക്ലിയർ? ദിസ് ഇസ് അല്ലേ the variation of g with the height. So when height increases, when you go above the surface of earth, the value of g decreases with the height. മുകളിലേക്ക് പോകുമ്പോൾ g value കുറയും. യെസ്. നെക്സ്റ്റ് ഇനി നമുക്ക് പഠിക്കേണ്ടത് അപ്പോൾ ജി വിത്ത് ഹൈറ്റ് പഠിച്ചു. എങ്ങനെ പഠിച്ചേ? ജി ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ ആണ്. ജി ഡാഷ് സമം അല്ലേ ബി എന്ന എയിൽ സർഫേസിൽ ജി വാല്യൂ ജി ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ അല്ലേ. ആർ ഈസ് ദ റേഡിയസ് ഓഫ് എർത്ത്. ഇനി മുകളിലേക്ക് പോകുമ്പോഴോ ബിയിൽ ജി വാല്യൂ അങ്ങനെ ഏതാ? ജി ഡാഷ് സമം ജി എം ബൈ ദൂരം ആറല്ല ആർ പ്ലസ് എച്ച് ആവും ഹോൾ സ്ക്വയർ. അതിന് നമ്മൾ നിങ്ങളെ മാറ്റി ജി എം ബൈ ആർ ഇൻറ്റു 1 + h/r ഹോൾ സ്ക്വയർ മാറ്റി അവസാനം ഈ ഇക്വേഷനിലേക്ക് എത്തും. ഈ ഇക്വേഷനാണ് അല്ലേ നമുക്ക് ആവശ്യമായിട്ട് വരിക. ജി ഡാഷ് ഈക്വൽ ജി ഇൻറ്റു 1 - 2h/r. യെസ്. വേരിയേഷൻ ഓഫ് ഹൈറ്റ് വിത്ത് അല്ലേ ജി വിത്ത് ഹൈറ്റ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? താഴേക്ക് സർഫേസിൽ നിന്ന് താഴേക്ക് പോകുമ്പോൾ വെൻ യു ഗോ ഡൗൺ ദ സർഫേസ് ഹൗ ദ വാല്യൂ ഓഫ് ജി വേരീസ്. വേരിയേഷൻ ഓഫ് ജി വിത്ത് ഡെപ്ത്. സർഫേസിൽ നിന്ന് താഴോട്ട് പോകുമ്പോൾ ജിയുടെ മാറ്റം എങ്ങനെ ഉണ്ടാവുക? അതിന് നമുക്ക് ചിത്രം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ ഫിഗർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഹിയർ. എർത്ത് ഈസ് എ ലാർജ് സ്ഫിയർ, സെൻറ്റർ ഓഫ് എർത്ത്. ക്ലിയർ? ഇത് നേരത്തെ പറഞ്ഞ പോലെ എ അല്ലേ. എയിൽ ജി വാല്യൂ എത്ര? ജി ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ അറ്റ് എ അല്ലേ. അറ്റ് എയിൽ ജി വാല്യൂ എത്ര? ജി എം ബൈ ആർ സ്ക്വയർ വേർ എം എസ് മാസ് ഓഫ് എർത്ത് അല്ലേ. ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ നമുക്ക് ജി ഇൻറ്റു മാസ് എന്ന് പറഞ്ഞാൽ വോളിയം ഇൻറ്റു ഡെൻസിറ്റി. ഇപ്പോൾ മാസ് സമം വോളിയം ഇൻറ്റു ഡെൻസിറ്റി. വോളിയം എത്ര? എർത്തിൻ്റെ റേഡിയസ് ആറാണെങ്കിൽ വോളിയം 4/3 πr³ റോ അല്ലേ. ഇപ്പോൾ എർത്തിൻ്റെ മാസ് നമുക്ക് മാറ്റിയത് അങ്ങനെ വോളിയം ഡെൻസിറ്റി 4/3 πr³ ആണ് എർത്തിൻ്റെ വോളിയം സ്ഫിയർ ആയതുകൊണ്ട് ഇൻറ്റു ഡെൻസിറ്റി. റോ ആണ് ഡെൻസിറ്റി. റോ എന്ന് വിളിക്കുക ബൈ ആർ സ്ക്വയർ. 2 R ക്യാൻസൽ ചെയ്യും. അതായത് സർഫേസിൽ ജി വാല്യൂ എത്ര വെച്ചാൽ ജി ടൈംസ് 4/3 πr റോ എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ 1. ക്ലിയർ? നൗ വി ഗോ ഡൗൺ ദ സർഫേസ്. നമുക്ക് താഴേക്ക് പോവാം. സപ്പോസ് ബി ഈസ് എ പോയിൻറ്റ് ഡി മീറ്റർ ബിലോ. സർഫേസിന് ഡി ആഴത്തിലാണ് ബി എന്ന പോയിന്റ് നിൽക്കുക. ക്ലിയർ? വാട്ട് ബി ദ വാല്യൂ ഓഫ് ജി അറ്റ് ബി. ബിയിലെ ജി വാല്യൂ അറ്റ് ബി ഏതാ? ജി ഡാഷ് എത്ര? ബിയിലേക്ക് എത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെൻ യു ഗോ ടു ദ പോയിന്റ് ബി. ക്ലിയർ? ജി ഡാഷ് സമം ജി ഇൻറ്റു എത്ര? മാസ്. എർത്തിൻ്റെ മുഴുവൻ മാസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ഷെയ്ഡഡ് പോർഷൻ്റെ പുറത്തുള്ള എർത്തിൻ്റെ ഭാഗം ഒരു ഷെല്ല് പോലെ എടുക്കുക. ആ ഷെയ്ഡഡ് പോർഷന് പുറത്തുള്ള ബിയിൽ കൂടി പാസ് ചെയ്യുന്നൊരു സ്ഫിയർ നമുക്ക് സങ്കല്പിക്കാം. ക്ലിയർ? അകത്തുള്ള മാസ് മാത്രമേ എടുക്കണ്ടൂ അല്ലേ. പുറമേയുള്ള ഭാഗത്തിൻ്റെ മാസ് പരിക്കുക. കാരണം ഈ പുറമേയുള്ള എർത്തിൻ്റെ ഭാഗം ഉൾഭാഗത്ത് അട്രാക്റ്റീവ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യില്ല. ഒരു ഷെല്ലിനകത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു വസ്തുവിനെ ഒരു ഹോളോ സ്ഫിയറിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഹോളോ സ്ഫിയർ ഉള്ളിലുള്ള വസ്തുവിൻ്റെ മുകളിൽ യാതൊരു അട്രാക്റ്റീവ് ഫോഴ്സും എക്സേർട്ട് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഭൂമിയുടെ ഈ പുറമേയുള്ള ഭാഗത്തിൻ്റെ ഷെയ്ഡ് അല്ലാത്ത പോർഷൻ്റെ മാസ് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ജി ഡാഷ് എത്ര? മുഴുവൻ മാസുമില്ല. ജി എം ഡാഷ് ബൈ ദൂരെത്ര? സെൻറ്ററിൽ നിന്ന് ബിയിലേക്ക് 6 അല്ല, 6 ഡി കുറച്ചതാണ്. ക്ലിയർ? വേർ എം ഡാഷ് എന്നാണ് മാസ് ഓഫ്
ഷെയ്ഡഡ് പോർഷൻ എത്രയാണെന്ന് വെച്ചാൽ എം ഡാഷ് എത്ര വെച്ചാൽ 4/3 വോളിയൂമിൻ്റെ ഡെൻസിറ്റി 4/3 പൈ റേഡിയസ് ഇടുക r-d⁻³ ഇൻറ്റു റോ ആണ്. അപ്പോൾ സോ ജി ഡാഷ് എന്തായി മാറും ഈക്വൽ ടു ജി ഇൻറ്റു മാസ് 4/3 പൈ r-d⁻³ ടൈംസ് റോ ഡിവൈഡ് ബൈ r-d² എന്ന് കിട്ടും. r-d³ മുകളിലുണ്ട്, താഴെ r-d² ഉണ്ട്. അപ്പോൾ ക്യാൻസൽ ചെയ്യും. അപ്പോൾ എത്ര വരും? ജി ഇൻറ്റു ജി ഡാഷ് സമം ജി ഇൻറ്റു 4/3 പൈ r-d ഇൻറ്റു റോ ആണ്. ഇത് ഇക്വേഷൻ നമ്പർ 2 എടുക്കുക. ഇക്വേഷൻ നമ്പർ 1 നേരത്തെ എഴുതി, 2 ഉണ്ട് ഇടാം. 2/1 ജി ഡാഷ് ബൈ ജി ഇൻറ്റു 4/3 പൈ r-d റോ ഹരിക്കണം 1 ജി ഇൻറ്റു 4/3 പൈ r റോ. ജി ക്യാൻസൽ ചെയ്യും, 4/3 പോവും, റോ പോവും, ബാക്കി എന്താണ് സമം r-d/r എന്ന് കിട്ടും. 1 - d/r. അപ്പോൾ ജി ഡാഷ് എത്ര വെച്ചാൽ ജീനെ അപ്പുറത്തേക്ക് എടുക്കാം. ജി ഇൻറ്റു 1 - d/r. ഇക്വേഷൻ ഫോർ ജി അറ്റ് ദ ഡെപ്ത് സർഫേസിൽ നിന്ന് d ബിലോ ഉള്ള ജി വാല്യൂ എത്ര വെച്ചാൽ ജി ഡാഷ് സമം ജി ഇൻറ്റു 1 - d/r ആണ്. ഇതിൻ്റെ അർത്ഥം താഴേക്ക് പോകുമ്പോഴും ജി വാല്യൂ കുറയും. അപ്പോൾ എർത്തിൻ്റെ സർഫേസിന് മുകളിലേക്ക് പോയാലും താഴേക്ക് പോയാലും ജി വാല്യൂ ഇൻ ബോത്ത് കേസസ് ജി വാല്യൂ ഡിക്രീസസ്. ഈ ഡെറിവേഷൻ ശ്രദ്ധിക്കണേ, കുറച്ച് ശ്രദ്ധിക്കാനുണ്ടേ. ക്ലിയർ? മുകളിൽ പ്രശ്നമില്ല. ബിയിൽ ജി വാല്യൂ എഴുതുമ്പോൾ ഷെയ്ഡ് പോർഷൻ്റെ മാസം മാത്രമേ നമ്മൾ പരിഗണിക്കും. എം ഡാഷ് ആണ്, അത് 4/3 പൈ r-d³ റോ ആണ്. ക്ലിയർ? എന്നിട്ട് 2/1 ചെയ്താൽ ജി ഡാഷ് വാല്യൂ കിട്ടും. ക്ലിയർ? അപ്പോൾ സർഫേസിന് മുകളിലേക്ക് പോയാലും ജി വാല്യൂ കുറയും, താഴേക്ക് വരുമ്പോൾ ജി വാല്യൂ കുറയും. ക്ലിയർ? അതൊരു ഗ്രാഫ് വരച്ചിട്ട് കാണിക്കാം. ഗ്രാഫ് നേരത്തെ ക്ലാസ്സിൽ വരച്ച തന്നെയാണ്. +r - r ജി സെൻറ്റർ ഓഫ് എർത്ത്. സെൻറ്റർ ഓഫ് എർത്തിൽ എത്ര ജി വാല്യൂ? വാല്യൂ ഓഫ് ജി അറ്റ് ദ സെൻറ്റർ ഓഫ് എർത്ത് മുകളിൽ 9.8, താഴേക്ക് പോകുമ്പോൾ കുറയുമല്ലോ. അവസാനം കുറഞ്ഞ് ഇതാ ജി ഡാഷ് ഈക്വൽ ടു 0 അറ്റ് ദ സെൻറ്റർ ഓഫ് എർത്ത്. അപ്പോൾ 0 പുറത്തേക്ക് വരുമ്പോൾ സെൻറ്ററിൽ നിന്ന് പുറത്തേക്ക് വരുന്നതോറും ഈ വാല്യൂ കൂടും. ഗ്രാഫിങ് ഇങ്ങനെ വരും. സർഫേസിൽ മാക്സിമം ആറിൽ, പിന്നെ വീണ്ടും ഇത് കുറയും. ഇനി സർഫേസിൽ -r. ഗ്രാഫ് ഷോയിങ് ദ വേരിയേഷൻ ഓഫ് ജി വിത്ത്. അപ്പോൾ ജി വാല്യൂ മാക്സിമം ആടാ സർഫേസിൽ. ഓൺ സർഫേസ് ഓഫ് എർത്ത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സർഫേസിൽ നിന്ന് x ദൂരം മുകളിലും ഇത് എർത്താണ്. ഇത് എർത്താണെങ്കിൽ ഇത് സർഫേസിലെ എ എന്ന പോയിൻ്റ്, ഇത് ബി എന്ന പോയിൻ്റ് എക്സ് ഉയരത്തിൽ, സി എന്ന പോയിൻ്റ് എത്ര തന്നെ വരും താഴെ ആണെങ്കിൽ അല്ലേ ജി വാല്യൂ കൂടുതലടാ സിയിലായിരിക്കും. കാരണം ഹൈറ്റിൽ 1 - 2h/r ആണ്, ഡെപ്തിലോ 1 - d/r ആണ്. The figure G will be greater at C.
ദാൻ അറ്റ് ബി. ഈ ഫിഗറിൽ സിയും ബിയും എന്ന് തുല്യ ദൂരത്താണെങ്കിൽ ഡെപ്തിലുള്ള സി എന്ന പോയിന്റിലായിരിക്കും ജി വാല്യൂ. കാരണം ജി ഡാഷ് ഈക്വൽ ടു ജി ഇൻറ്റു 1 - 2h/r ആണ്. ഹൈറ്റ് മുകളിലേക്ക് പോകുമ്പോൾ അധികം കുറയും നടത്താം, താഴേക്ക് വരുമ്പോൾ അത്ര കുറയിലാണ്. സോ ക്ലിയർ. സോ ഇത്രയാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കാര്യമായിട്ട് പറഞ്ഞത്. യെസ്.